HS ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതിനോടൊപ്പം ആ ടോപ്പിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്രൈസൽ വെർബാണ്. അപ്പോൾ ഫ്രൈസൽ വെർബുകളും അതിൻ്റെ മീനിങ്ങുകളുമാണ് നിങ്ങൾക്ക് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. ഫ്രൈസൽ വെർബ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്കൂൾ ടെക്സ്റ്റുകളിലെല്ലാം ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറും ഉണ്ട്. നോക്കിയാൽ അതിൽ ആദ്യത്തെ ചോദ്യമാണ് The wedding has been dash until June. കണ്ടല്ലോ, The wedding has been dash until June. Put on ഉണ്ട്, അതുപോലെ put up ഉണ്ട്, put off ഉണ്ട്, put out ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ. അത് ആ ചോദ്യങ്ങളൊന്ന് പറയുന്നു. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടോപ്പിക്ക് നോക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ആ ഫ്രൈസൽ വെർബിന്റെ മീനിങ്ങുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ പ്രീവിയസ് രണ്ട് ചോദ്യം എടുത്തിരിക്കുന്നു, രണ്ടു ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു നോക്കിയാൽ പുട്ട് ഓഫിന്റെ അർത്ഥം എന്താ? സോറി, എന്ത് ചെയ്യുന്നോടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യും? അവിടെ നമുക്ക് വന്നിരിക്കുന്നത് മാറ്റി വെക്കുക അല്ലെങ്കിൽ നീട്ടി വെക്കുക എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വരുന്ന എന്ത് ചെയ്യുന്നു, ആ ഒരു ഫ്രൈസൽ വെർബ് ഉപയോഗിക്കും. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ എന്നാണ്. അതുപോലെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ എന്നാണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എന്നാണ്. അതുപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീ അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെയാണ് വരുന്നത്. നമുക്കിവിടെ ഉത്തരം ഏത് വരുന്നൂടെ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഏത് ഉത്തരം വരുന്നു? നമുക്ക് അവിടെ പുട്ട് ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആയിട്ടുള്ള പുട്ട് ഓഫ് ആണ് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, യാസിൻ ഡാഷ് ഓൺ ഹിസ് ജേർണി. യാസിൻ ഡാഷ് ഓൺ ഹിസ് ജേർണി ലാസ്റ്റ് ഫ്രൈഡേ. തന്നിരിക്കുന്നതിൽ സെറ്റ് ഔട്ട് ഉണ്ട്, സെറ്റ് ഇൻ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, സെറ്റ് ഡൗൺ ഉണ്ട്. നമുക്ക് ഏത് ഉത്തരം വരുന്നു? ജസ്റ്റ് ഉത്തരം പറഞ്ഞു നോക്കിയേ. നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഔട്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത്? സെറ്റ് ഔട്ട് മീൻസ് ടു സ്റ്റാർട്ട് എ ജേർണി. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് എ ജേർണി എന്നുണ്ട്. അപ്പോൾ സെറ്റ് ഔട്ട് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ദ ന്യൂ എം എൽ എ ഡാഷ് ദ ന്യൂ MP ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ. കാളോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗോട്ട് ഓൺ ഉണ്ട്, കാളറ്റ് ഉണ്ട്, ഗോട്ട് അറ്റ് ഉണ്ട്. ഏതൊരു കാൾഡ് ഓൺ ഉണ്ട്, ഗോട്ട് ഓൺ ഉണ്ട്, കാൾഡ് അറ്റ് ഉണ്ട്, ഗോട്ട് അറ്റ് ഉണ്ട്. യെസ്റ്റർഡേ വരുന്നതുകൊണ്ടാണ് അവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കാളിന് പകരം കാൾഡ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏത് ഉത്തരം വരുന്നു? നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ് മക്കളെ? കാളോൺ ആണ്. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് പേഴ്സൺ എന്നാണ്, വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. കാളോൺ മീൻസ് വിസിറ്റ് പേഴ്സൺ ആണ്. കാളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് പ്ലേസ്. നമ്മൾ ഫ്രൈസൽ വെർബ് എല്ലാം നോക്കും. കാളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് പ്ലേസ് എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ ഉചിതമായിട്ടുള്ള ഫ്രൈസൽ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? നമുക്ക് അണ്ടർസ്റ്റാൻഡ് എന്നതിന് ഉചിതമായിട്ടുള്ള ഫ്രൈസൽ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിന് പകരം ഉപയോഗിക്കുന്ന ഫ്രൈസൽ വെർബ് ഏതാണ് മക്കളെ? നോക്കി, മേക്കപ്പ് ഫോർ ഉണ്ട്, മേക്ക് ഗുഡ് ഉണ്ട്, കീപ്പപ്പ് ഉണ്ട്, മേക്ക് ഔട്ട് ഉണ്ട്. നമ്മൾ പറയില്ലേ മേക്ക് ഔട്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ, മേക്ക് ഔട്ട് ഉത്തരമായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രൈസൽ വെർബുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നോക്കിയ ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. ഫ്രൈസൽ വെർബുകളാണ് ടോപ്പിക്ക്. എന്ത് ചെയ്യുന്നൂടെ? ഫ്രൈസൽ, PHARASL, ഫ്രൈസൽ വെർബാണ് പറയുന്നത്. നമുക്ക് ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു യൂസേജ് ആണ്. ഒരു മെയിൻ വെർബും അതിനോടൊപ്പം പ്രിപ്പോസിഷനും ചേരുമ്പോഴുള്ള മാറ്റങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാളെന്ന് പറയുന്നത്. അപ്പൊ കാളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബെല്ലാം പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കാറുണ്ട്. കാരണം സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പഠിക്കാനുണ്ട്. നോക്കിയേ, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കാളറ്റ്. കാളെന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാളെന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നല്ലേ. അറ്റെന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ മുന്നിലാണ് ചേർക്കുന്നത്. കാളറ്റ് വിസിറ്റ് പ്ലേസ് എന്നാണ്. കാളറ്റിന്റെ അർത്ഥം എന്താ? വിസിറ്റ് എ പ്ലേസ്, സ്ഥലം സന്ദർശിക്കുക എന്നാണ് കേട്ടോ. അതുപോലെ ഒന്നാണ് കാളോൺ. കാളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. കാളോൺ എന്ന് പറഞ്ഞ അർത്ഥം പറ, വിസിറ്റ് എ പേഴ്സൺ, വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ് കേട്ടോ. കാളോൺ വിസിറ്റ് എ പേഴ്സൺ. ഇനി അതേപോലെ കാൾ എവേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാൾ എവേ, കാൾ എവേ. കാൾ എവേ മീൻസ് ഡൈവേർട്ട് ദ മൈൻഡ് എന്നാണ് കേട്ടോ. കാൾ എവേ മീൻസ് ഡൈവേർട്ട്
ദ മൈൻഡ്. കാൾ അവേ മീൻസ് ഡൈവേർട്ട് ദ മൈൻഡ് എന്നാണ്, ചിന്താഗതി മാറ്റുക. ഇനി കോൾ ബാക്ക് എന്ന് പറഞ്ഞാലോ, കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ടു റീകോൾ എന്നാണ് കേട്ടോ. കോൾ ബാക്ക് മീൻസ് ടു റീകോൾ, തിരിച്ചു വിളിക്കുക എന്നാണ്. കോൾ ബാക്ക് ടു റീകോൾ. അതുപോലെ കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നതാണ്. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നാണ്. ടു ക്യാൻസൽ ചെയ്യുക. കാൾ ഓഫ് മീൻസ് ക്യാൻസൽ ചെയ്യുക എന്നാണ്. അതുപോലെ കാൾ ഔട്ട് ആണെങ്കിലോ, കാൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രൈ. നമ്മൾ കരയുക എന്ന അർത്ഥത്തിലല്ല, നിലവിളിക്കുക, സ്ക്രീമിങ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതുപോലെ കാൾ ഓവർ ആണെങ്കിൽ ഔട്ടല്ലേ, കാൾ ഓവർ ആണെങ്കിൽ റീഡ് എലൗഡ് എന്നാണ് കേട്ടോ. റീഡ് എലൗഡ്, ഉറക്കെ വായിക്കുക എന്നാണ്. റീഡ് എലൗഡ് എന്നാണ്. കാൾ ഓവർ റീഡ് എലൗഡ് ആണ്. ഇനി അതേപോലെ കാൾ ഫോർവേഡ് ആണെങ്കിലാ, കാൾ ഫോർവേഡ് ആണെങ്കിലും ഡൈവേർട്ട് എന്നാണ് കേട്ടോ. കാൾ ഫോർവേഡ് ഡൈവേർട്ട്. അപ്പൊ കാളുമായി ബന്ധപ്പെട്ട ഫ്രേസുകൾ എന്ന് പറഞ്ഞേ, കാള് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കാൾ ഓൺ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, ഇത് ചോദിക്കുന്നതാണ്. കാൾ അവേ ഡൈവേർട്ട് ദ മൈൻഡ്, കാൾ ബാക്ക് ടു റീകോൾ, കാൾ ഓഫ് ക്യാൻസൽ, കാൾ ഔട്ട് ടു ക്രൈ, അതുപോലെ കാൾ ഓവർ റീഡ് അലൗഡ്, കാൾ ഫോർവേഡ് ഡൈവേർട്ട് ദ മൈൻഡ്. മറക്കൂലല്ലോ. അടുത്ത അതുപോലെ വരുന്നതാണ് പുട്ട് കേട്ടോ. പുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതാണ് പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ് എന്നാണ് കേട്ടോ. പുട്ട് എബൌട്ട് പബ്ലിഷ് ചെയ്യുക. പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞ അർത്ഥം പറ, പബ്ലിഷ്. അതുപോലെ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെയാണ് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. അതുപോലെ വരുന്നതാണ് പുട്ട് ഓഫ് ചെയ്യുക. ചോദിക്കുന്ന പ്രധാനപ്പെട്ടതാണ് പറയുന്നത് കേട്ടോ. അതിൽ പുട്ടുമായി ബന്ധപ്പെട്ട് പരീക്ഷ ഇതുവരെയും ചോദിച്ചിട്ടുള്ളത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ്. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ എന്നാണ് കേട്ടോ. പോസ്റ്റ്പോൺ ചെയ്യുക. അതേപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടല്ലേ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ, പുട്ട് ഔട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് കേട്ടോ. എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക എന്നൊക്കെ പറയില്ലേ. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്. ഇനി പുട്ട് അപ്പ് എന്ന് പറഞ്ഞാലോ, പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ് കേട്ടോ. ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ്. എന്നാ പുട്ടപ്പ് വിത്ത് ചോദിക്കുന്നതാണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് എന്നാണ് കേട്ടോ. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞ അർത്ഥം പറ, ടോളറേറ്റ്. അപ്പം പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് അപ്പ് ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. അതുപോലെ പുട്ട് ബൈ ആണെങ്കിലോ, പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ സേവ് എന്നാണ് കേട്ടോ. പുട്ട് ബൈ മീൻസ് സേവ്. പുട്ടിൻ എന്ന് പറഞ്ഞാലോ, പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് എന്നാണ് കേട്ടോ. പുട്ടിന് ഇൻവെസ്റ്റ് ചെയ്യുക. പുട്ടിൻ മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുക. മറക്കില്ലല്ലോ, പുട്ടിന് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ പുട്ട് ഫോർ ആണെങ്കിലോ, പുട്ട് ഫോർ മീൻസ് മേക്ക് ആൻ അറ്റംപ്റ്റ്. മേക്ക് ആൻ അറ്റംപ്റ്റ് എന്നാണ് കേട്ടോ. മേക്ക് ആൻ അറ്റംപ്റ്റ്. പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ്. അതുപോലെ പുട്ട് ഫോർത്ത് വരുന്നുണ്ട്. പുട്ട് ഫോർത്ത് ആണെങ്കിലോ, പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എന്നാണ് കേട്ടോ. പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. പുട്ട് ഫോർത്ത് മീൻസ് പ്രൊഡ്യൂസ്. മറക്കില്ലല്ലോ, പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ്. അപ്പോൾ പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസിലോട് വളരെ പ്രധാനപ്പെട്ടതാണ്. പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് അപ്പ് ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ്, പുട്ട് അപ്പ് വിത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ടോളറേറ്റ്, പുട്ട് ബൈ സേവ്, അതുപോലെ പുട്ടിൻ ഇൻവെസ്റ്റ്, അതുപോലെ എന്ത് ചെയ്യുന്നു പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ്, പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ്. അടുത്ത നമുക്ക് വരുന്നതാണ് ബിയിൽ വരുന്ന കുറച്ച് ഫ്രേസുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. ബ്ലോ എന്ന് പറഞ്ഞാൽ കത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്, വീശുക എന്നും അർത്ഥമുണ്ട്. ബ്ലോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, കത്തിപ്പടർന്നു എന്ന് പിടിക്കണം. ബ്ലോ അപ്പ് എക്സ്പ്ലോഡ് ചെയ്യുക. ബ്ലോ അപ്പ് എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക എന്നാണ്. എന്നാൽ ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടില്ല. ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ, ബ്ലോ ഔട്ട് കത്തിയതിനെ ഇല്ലാതാക്കി.
എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് കേട്ടോ. എക്സ്റ്റിങ്ക്വിഷ്, ബ്ലോ ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. ഓക്കെ. ബ്രേക്ക് ഇൻ ആണെങ്കിലോ ബ്രേക്ക് ഇന്ന് ഇന്ററപ്റ്റ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഇന്ന് ഇന്ററപ്റ്റ് എന്നാണ്. ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ററപ്റ്റ്. ഓക്കെ. അതേപോലെ ബ്രേക്ക് ഇൻ ടു ആണെങ്കിലാ ബ്രേക്ക് ഇൻ ടു. നാളും പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുത്തി തുറന്ന് കയറുക എന്നൊക്കെ പറയില്ലേ, എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ് കേട്ടോ. എൻ്റർ ബൈ, കല്യാണത്തിനൊക്കെ സദ്യക്ക് ഇടി ഉണ്ടാക്കണ കാര്യം ഓർത്താൽ മതി. എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഇൻ ടു എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ്. ഓക്കെ. അതുപോലെ ബ്രേക്കപ്പ്, അത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ റിലേഷൻഷിപ്പ് എന്നാണ് കേട്ടോ. എൻ്റെ റിലേഷൻഷിപ്പ് എൻ്റെ റിലേഷൻഷിപ്പ് എന്നാണ്. ബ്രേക്കപ്പ്, എൻ്റെ റിലേഷൻഷിപ്പ്. അതുപോലെ ബ്രേക്ക് ഔട്ട് ആണെങ്കിലോ ബ്രേക്ക് ഔട്ട് സ്റ്റോപ്പ് എന്നും അർത്ഥമുണ്ട്. അതുപോലെ റിക്കവറി ഫ്രം സിക്നസ്, വയ്യായികയിൽ നിന്നൊക്കെ, അസുഖങ്ങളിൽ നിന്നൊക്കെ ഭേദമാകുക എന്നും കൂടെ അർത്ഥം പറയാറുണ്ട്. ഓക്കെ. ഇനി ബ്രേക്ക് ഓഫ് ആണെങ്കിലാ ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാലും സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഓഫിന്റെ അർത്ഥവും സ്റ്റോപ്പ്. ബ്രേക്ക് ഡൗൺ, ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാലും സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ബ്രേക്ക് ഡൗൺ മീൻസ് സ്റ്റോപ്പ്. ഓക്കെ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം അല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? സഡൻ ചേഞ്ച് എന്നാണ് കേട്ടോ. ബ്രേക്ക് ത്രൂ മീൻസ് സഡൻ ചേഞ്ച്, പെട്ടെന്നുള്ള മാറ്റം. ഓക്കെ. അടുത്താണ് ബ്രിങ് കേട്ടോ. ബ്രിങ് മീൻസ് കൊണ്ടുവരിക. ഇന്ന് ഒന്നിനുള്ളിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞേ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നു അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നു ഒരാളെ. എന്തിനാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്? പരിചയപ്പെടുത്താനാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബ്രിങ് ഇൻ, വീട്ടിൽ ആൾക്കാരെ കൊണ്ടുവരുന്നത് പരിചയപ്പെടുത്താനാണ് നമുക്ക്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ഇനി അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോഴേ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെട്ടോത്തി എടുത്തുകൊണ്ട് ഓട്ടിച്ചാൽ എന്ത് ചെയ്യും? പിള്ളേരെ പരിചയപ്പെടുത്ത ആളെ അത്ര ബോധിച്ചില്ലെങ്കിൽ വെട്ടോത്തിക്ക് ഓട്ടിച്ചാൽ എന്ത് ചെയ്യും? ബ്രിങ് ഓഫ് ചെയ്യും കേട്ടോ. ബ്രിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടോടും. റെസ്ക്യൂ എന്നാണ് കേട്ടോ. ബ്രിങ് ഓഫ്, റെസ്ക്യൂ ചെയ്യുക, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക. ഇനി ബ്രിങ് ഓവർ ആണെങ്കിലോ ബ്രിങ് ഓവർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക എന്ന് കേട്ടോ. ബ്രിങ് ഓവർ, കൺവേർട്ട് ചെയ്യുക, മാറ്റുക. ബ്രിങ് ഓവർ മീൻസ് കൺവേർട്ട് എന്നാണ്. ബ്രിങ് ഓവറിന്റെ അർത്ഥം എന്താ? കൺവേർട്ട് എന്നാണ് കേട്ടോ. അതുപോലെ ബ്രിങ് അടുത്ത് വരുന്നതാണ്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് എന്നാണ് കേട്ടോ. ബ്രിങ് ഔട്ട്, പബ്ലിഷ്. ബ്രിങ് ഔട്ടിന്റെ അർത്ഥം എന്താ? പബ്ലിഷ് എന്നാണ്. ഓക്കെ. അതുപോലെ ബ്രിങ് ഇൻ എന്ന് പറഞ്ഞാൽ ബ്രിങ് ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാലാ ബ്രിങ് അപ്പ് മീൻസ് ടു റൈസ്. RAISE, റൈസ് അപ്പ്, വളർത്തിയെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ. ബ്ലോ അപ്പ്, എക്സ്പ്ലോഡ്. ബ്ലോ ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. അതുപോലെ ബ്രേക്ക് ഇൻ, ഇന്ററപ്റ്റ്. ബ്രേക്ക് ഇൻ ടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്കപ്പ്, എൻ്റെ റിലേഷൻഷിപ്പ്. ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഓഫ്, OFF ആണേ. ബ്രേക്ക് ഓഫ്, ബ്രേക്ക് ഡൗൺ, സ്റ്റോപ്പ്. ബ്രേക്ക് ത്രൂ, സഡൻ ചേഞ്ച്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഓഫ്, റെസ്ക്യൂ. ബ്രിങ് ഓവർ, കൺവേർട്ട്. ബ്രിങ് ഔട്ട്, പബ്ലിഷ്. ബ്രിങ് അപ്പ്, റൈസ് അപ്പ്. അതുപോലെ വരുന്ന മറ്റൊന്നാണ് കമ്മിന്റെ ഫ്രൈസൽ വെർബ് കേട്ടോ. കം വളരെ പ്രധാനപ്പെട്ടതാണ്. കം എബൌട്ട്, ഒന്നാമത്തെയാണ് കം എബൌട്ട്. കം എബൌട്ട് മീൻസ് ഹാപ്പൻ എന്നാണ് കേട്ടോ. കം എബൌട്ട് എന്ന് പറഞ്ഞ അർത്ഥം പറ. ഹാപ്പൻ, സംഭവിക്കുക. കം എബൌട്ട്, ഹാപ്പൻ. ഇനി അടുത്ത രണ്ടാമത്തെയാണ് കം എക്രോസ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. മീറ്റ് ബൈ ചാൻസ് എന്നാണ്. ഇനി കം അറ്റ് എന്ന് പറഞ്ഞാലോ കം അറ്റ്, അറ്റാക്ക് എന്നർത്ഥം പറയാം. അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക, അല്ലെങ്കിൽ റീച്ച് എന്നും പറയാം. അറ്റാക്ക് അല്ലെങ്കിൽ റീച്ച്. അതുപോലെ കം ടു എന്ന് പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ പറയില്ലേ കം ടു ദ പോയിന്റ്. കം ടു എന്ന് പറഞ്ഞാലും റീച്ച് എന്നാണ് കേട്ടോ. കം ടു എന്ന് പറഞ്ഞാൽ അർത്ഥം പറ റീച്ച് എന്നാണ്. ഇനി കം ആഫ്റ്റർ ആണെങ്കിൽ ഔട്ടിലെ കം ആഫ്റ്റർ ശേഷം എന്നാണ്. കം ആഫ്റ്റർ മീൻസ് ഫോളോ എന്നാണ് കേട്ടോ. ഫോളോ, കം ആഫ്റ്റർ മീൻസ് ഫോളോ, അല്ലെങ്കിൽ ട്രൈ ടു ഒബ്റ്റെയിൻ എന്നും പറയാം കേട്ടോ. ട്രൈ ടു ഒബ്റ്റെയിൻ, നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക, പിന്തുടരുക. ഇനി കം എപ്പാർട്ട് ആണെങ്കിൽ കം എപ്പാർട്ട്.
കം എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്നാണ് കേട്ടോ. കം എപ്പാർട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ്. കം എപ്പാർട്ട് സെപ്പറേറ്റ്. ഓക്കെ. കം ബാക്ക് ആണെങ്കിൽ കം ബാക്ക് എന്ന് പറഞ്ഞാൽ കം ബാക്ക് റിട്ടേൺ എന്നാണ് കേട്ടോ. കം ബാക്ക് എന്ന് പറഞ്ഞ അർത്ഥം പറ. റിട്ടേൺ, തിരിച്ചു വരിക, റിട്ടേൺ എന്നാണ്. അതുപോലെ അടുത്ത് വരുന്ന ഫ്രൈസൽ വെർബാണ് കം ബാക്ക് പറഞ്ഞു. അതുപോലെ കം ഹൈ മറ്റൊരു ഫ്രൈസൽ വെർബാണ്. കം ഹൈ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വെരി മച്ച് എന്ന്. കം ഹൈ കോസ്റ്റ് വെരി മച്ച്, വലിയ വില എന്നർത്ഥമല്ലേ വെരി മച്ച് കേട്ടോ. കം ഹൈ കോസ്റ്റ് വെരി മച്ച് എന്നാണ്. അതുപോലെ കം ഇന്ന് പറയാറുണ്ട്. കം ഇൻ എന്ന് പറഞ്ഞാൽ എൻ്റർ എന്നാണ് കേട്ടോ. കം ഇൻ മീൻസ് എൻ്റർ. എന്നാൽ കം ഔട്ട് ആണെങ്കിൽ കം ഔട്ട് എക്സിറ്റ് എന്നാണ് കേട്ടോ. കം ഔട്ട് എക്സിറ്റ്, അല്ലെങ്കിൽ മറ്റൊരെണ്ണം ഫെയ്ഡ് എന്നും പറയാറുണ്ട്. ഫെയ്ഡ് അല്ലെങ്കിൽ എക്സിറ്റ്. ഫെയ്ഡ് ചെയ്യുക, മങ്ങുക എന്നർത്ഥത്തിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറയും. ഇനി കം അപ്പ് ആണെങ്കിൽ കം അപ്പ് എന്ന് പറഞ്ഞാൽ അസെൻഡ് എന്നാണ് കേട്ടോ. കം അപ്പ് അസെൻഡ് ചെയ്യുക, അസെൻഡ് എന്നാണ്. കം ഡൗൺ ആണെങ്കിൽ കം ഡൗൺ ഡിസെൻഡ് എന്നാണ് കേട്ടോ. കം ഡൗൺ ഡിസെൻഡ് എന്നാണ്. കം അപ്പ് അസെൻഡ്, കം ഡൗൺ ഡിസെൻഡ്. ഓക്കെ, മറക്കരുത്. കം അപ്പ് അസെൻഡ്, കം ഡൗൺ ഡിസെൻഡ്. അതുപോലെ കം ഫോർവേഡ് ആണെങ്കിൽ കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഓഫർ എന്നാണ് കേട്ടോ. ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ സജസ്റ്റ് എന്നും പറയാം. ഓഫർ അല്ലെങ്കിൽ സജസ്റ്റ്. കം ഫോർവേഡ്, ഓഫർ അല്ലെങ്കിൽ സജസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ. കം എബൌട്ട് ഹാപ്പൻ, കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്, കം അറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ റീച്ച്, കം ടു റീച്ച്. അതുപോലെ കം ആഫ്റ്റർ ഫോളോ അല്ലെങ്കിൽ ട്രൈ ടു ഒബ്റ്റെയിൻ, കം അപ്പാർട്ട് സെപ്പറേറ്റ്, കം ബാക്ക് റിട്ടേൺ, കം ഹൈ കോസ്റ്റ് വെരി മച്ച്, കം ഇൻ എൻറ്റർ, കം ഔട്ട് എക്സിറ്റ് അല്ലെങ്കിൽ ഫെയ്ഡ്, കം അപ്പ് അസെൻഡ്, കം ഡൗൺ ഡിസെൻഡ്, കം ഫോർവേഡ് ഓഫർ അല്ലെങ്കിൽ സജസ്റ്റ് എന്ന് പറയും. അതുപോലെ വരുന്ന മറ്റൊന്നാണ് പുട്ടല്ല ഗെറ്റുമായിട്ട് വരുന്ന ഫ്രൈസൽ വെർബ്. വളരെ പ്രധാനപ്പെട്ടാണ് ഗെറ്റുമായിട്ട് വരുന്ന ഫ്രൈസൽ വെർബ്. ഒന്ന് ഓർത്തേ. ഒന്നാമത്താണ് ഏതെന്ന് പറയുന്നത് ഗെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ് ഗെറ്റ് ആണ് പറയുന്നത്. ഗെറ്റ് എബൌട്ട് ഏതാണ് ആദ്യത്തത്? ഗെറ്റ് എബൌട്ട് മീൻസ് ട്രാവൽ എന്നാണ്. ഗെറ്റ് എബൌട്ട് മീൻസ് ട്രാവൽ ചെയ്യുക. ഇനി ഗെറ്റ് അക്രോസ് ആണെങ്കിലോ ഗെറ്റ് അക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗെറ്റ് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി ഗെറ്റ് ഇവിടെ ഔട്ട് ആണെങ്കിലോ ഗെറ്റ് ഔട്ട് ലീവ്, വിട്ടുപോവുക, നമ്മൾ ഇറങ്ങി പോവുക എന്ന് പറയില്ലേ, ലീവ് ചെയ്യുക. ഇനി ഗെറ്റ് ഇൻ ആണെങ്കിലോ ഗെറ്റ് ഇന്ന് എൻ്റർ എ വെഹിക്കിള്. ഗെറ്റ് ഔട്ട് ആണെങ്കിലോ ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? എൻ്റർ എ വെഹിക്കിള്. ഗെറ്റ് ഇന്നും ഗെറ്റ് ഓണും എൻ്റർ എ വെഹിക്കിൾ എന്നാണ്. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുന്നു? ഗെറ്റ് അറ്റ് ആണെങ്കിൽ റീച്ച് ആണ്. ഗെറ്റ് അറ്റ് റീച്ച്, എത്തിച്ചേരുക എന്നാണ്. ഗെറ്റ് അറ്റ് റീച്ച്. അതുപോലെ അടുത്ത വരുന്നതാണ് ഗെറ്റ് എവേ ആണെങ്കിൽ എസ്കേപ്പ് എന്നാണ്. ഗെറ്റ് എവേ എസ്കേപ്പ് ചെയ്യുക. ഗെറ്റ് എവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. അതുപോലെ ഗെറ്റ് ബാക്ക് ആണെങ്കിലോ ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്നാണ്. ഗെറ്റ് ബാക്ക് റിട്ടേൺ, തിരിച്ചു കിട്ടുക, റിട്ടേൺ എന്നാണ്. ഗെറ്റ് ബാക്ക് റിട്ടേൺ എന്ന് പറഞ്ഞ് ഗെറ്റ് എബൌട്ട് ട്രാവൽ, ഗെറ്റ് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ഗെറ്റ് ഔട്ട് ലീവ്, ഗെറ്റ് ഇൻ എൻ്റർ, ഗെറ്റ് ഓൺ എൻ്റർ എ വെഹിക്കിള്, ഗെറ്റ് അറ്റ് എൻ്റർ എ വെഹിക്കിള്, ഗെറ്റ് എവേ എവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്, ഗെറ്റ് ബാക്ക് റിട്ടേൺ. അതുപോലെ വരുന്നതാണ് ഗെറ്റ് ടുഗദർ. നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഹാവ് എ മീറ്റിംഗ് എന്നാണ് കേട്ടോ. ഹാവ് എ മീറ്റിംഗ്, ഗെറ്റ് ടുഗദർ ഒക്കെ വയ്ക്കാൻ പോകൂലേ, ഹാവ് എ മീറ്റിംഗ് എന്നാണ്. ഗെറ്റ് ടുഗദർ മീൻസ് ഹാവ് എ മീറ്റിംഗ് എന്നാണ് കേട്ടോ. ഗെറ്റ് ടുഗദർ ഹാവ് എ മീറ്റിംഗ്. അതുപോലെ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഗെറ്റ് അപ്പ് അസെൻഡ് എന്നാണ് കേട്ടോ. ഗെറ്റ് അപ്പ് അസെൻഡ് എന്നാണ്. അസെൻഡ്. ഇനി ഗെറ്റ് ഡൗൺ ആണെങ്കിലോ ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻഡ് എന്നാണ് കേട്ടോ. ഗെറ്റ് ഡൗൺ ഡിസെൻഡ് ചെയ്യുക. ഗെറ്റ് അപ്പ് അസെൻഡ്, ഗെറ്റ് ഡൗൺ ഡിസെൻഡ്. ഓക്കെ, ഓർമ്മയിലിരിക്കുക. അതുപോലെ ഗെറ്റ് ടു ഉണ്ട്. ഗെറ്റ് ടു എന്ന് പറഞ്ഞാലും റീച്ച് എന്നാണ് കേട്ടോ. ഗെറ്റ് ടു മീൻസ്
റീച്ച്. ഗെറ്റ് ടു റീച്ച്. അപ്പോൾ ഗെറ്റുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞേ ഗെറ്റ് അബൌട്ട് ട്രാവല്, ഗെറ്റ് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ഗെറ്റ് ഔട്ട് ലീവ്, ഗെറ്റ് ഓൺ എൻറ്റർ എ വെഹിക്കിള്, അതുപോലെ ഗെറ്റ് ഇന്നും എൻറ്റർ എ വെഹിക്കിള്, ഗെറ്റ് അറ്റ് റീച്ച്, ഗെറ്റ് ടു റീച്ച്, അതുപോലെ ഗെറ്റ് അവേ എസ്കേപ്പ്, ഗെറ്റ് ബാക്ക് റിട്ടേൺ, ഗെറ്റ് ടുഗെദർ ഹാവ് എ മീറ്റിംഗ്, അതുപോലെ ഗെറ്റ് അപ്പ് അസെൻഡ്, ഗെറ്റ് ഡൗൺ ഡിസെൻഡ്. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നതാണ് ഗീവ്. ഗീവ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗീവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ്. ഒന്നാമത് നോക്കിയേ, ഗീവ് ഗീവ് എവേ. ഗീവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുണ്ട്. ഗീവ് എവേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഗീവ് എവേ എന്ന് പറഞ്ഞ അർത്ഥം പറ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നാൽ ഗീവ് ബാക്ക് എന്ന് പറഞ്ഞാലോ, ഗീവ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഗീവ് തരുക, ബാക്ക് തിരിച്ചു തരിക, റിട്ടേൺ എന്നാണ്. ഗീവ് ബാക്ക് മീൻസ് റിട്ടേൺ എന്നാണ്. എന്നാൽ ഗീവ് ഇൻ എന്ന് പറഞ്ഞാലോ, ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ, ഗീവ് ഇൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ എന്നാണ് കേട്ടോ, കീഴടങ്ങുക, സറണ്ടർ. ഗീവ് ഇൻ മീൻസ് സറണ്ടർ. അപ്പൊ 3 ഫ്രൈസൽ വെർബിനോടൊപ്പം പറഞ്ഞേ, ഗീവ് എവേ ഡിസ്ട്രിബ്യൂട്ട്, ഗീവ് ബാക്ക് റിട്ടേൺ, ഗിവ് ഇൻ സറണ്ടർ. അതുപോലെ ഗീവ് ഓഫ് ആണെങ്കിൽ, ഗീവ് ഓഫ് ആണെങ്കിൽ സെൻഡ് ഓഫ്, സെൻഡ് ചെയ്യുക, സെൻഡ് ഓഫ് ചെയ്യുക, സെൻഡ് ഓഫ്. ഇത് ചെയ്യുന്നുണ്ട്, ഗീവ് ഓഫ് സെൻഡ് ഓഫ് എന്നാണ്. ഓ ഡബിൾ ഓഫ് ആണ്. ഗീവ് ഓഫ് മീൻസ് ടു സെൻഡ് ഓഫ് എന്നാണ്. ഇനി അതേപോലെ ഗീവ് ഔട്ട് ആണെങ്കിൽ ഔട്ടില്ല, ഗീവ് ഔട്ട് എന്ന് പറഞ്ഞാൽ, ഗീവ് ഔട്ട് എന്ന് പറഞ്ഞാൽ റൺ ഷോർട്ടർ എന്നാണ്. റണ്ണ് ഷോർട്ടർ, കുറച്ച് ദൂരം ഓടുക. റൺ ഷോർട്ടർ, റൺ ഷോർട്ടർ എന്നാണ്. അല്ലെങ്കിൽ ഷോർട്ട്, കുറച്ച് ദൂരം ഓടുക. ഗീവ് ഔട്ട് മീൻസ് റൺ ഷോർട്ടർ എന്നാണ്. ഇനി ഗിവ് അപ്പ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് അബൻഡൻ എന്നാണ്. അബൻഡൻ മീൻസ് അബൻഡൻ, ഉപേക്ഷിച്ചു പോവുക എന്നാണ്. അബൻഡൻ, DON AB, അബൻഡൻ, DON. അബൻഡൻ മീൻസ് ഉപേക്ഷിച്ചു പോവുക, ABAN, ABAN DON, അബൻഡൻ, ABAN DON. അബൻഡൻ മീൻസ് ഉപേക്ഷിച്ചു പോവുക. എന്നാൽ അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ്. ഗിവ് അപ്പ് മീൻസ് ഇവിടെ നമ്മൾ ഗിവ് അപ്പ് അബൻഡൻ, ഉപേക്ഷിച്ചു പോവുക. അബൻഡൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ധാരാളം. ABAN DON അബൻഡൻ മീൻസ് ഉപേക്ഷിക്കുക. ഇവിടെ അബൻഡൻ ആണ്. ഇനി അതേപോലെ ഗിവ് എബൌട്ട് ആണെങ്കിൽ ഗിവ് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക്, അന്വേഷിക്കുക എന്നാണ്. സീക്ക്, ഗിവ് എബൌട്ട് മീൻസ് സീക്ക് എന്നാണ്. ഗിവ് എബൌട്ട് സീക്ക്. അപ്പൊ ഗിവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ പറഞ്ഞേ, ഫ്രൈസൽ വെർബ് ഗിവ് എവേ ഡിസ്ട്രിബ്യൂട്ട്, ഗിവ് ബാക്ക് റിട്ടേൺ, ഗിവ് ഇൻ സറണ്ടർ, ഗിവ് ഓഫ് സെൻഡ് ഓഫ്, അതേപോലെ ഗിവ് ദി ഔട്ട് റൺ ഷോർട്ടർ, അല്ലെങ്കിൽ ചെറിയ കുറച്ച് ദൂരം ഓടുക. ഗിവ് അപ്പ് അബൻഡൻ, ഗിവ് എബൌട്ട് സീക്ക് എന്നാണ്. ഗിവ് എബൌട്ട് സീക്ക്. അതുപോലെ ഗോയുടെ ഫ്രൈസൽ ഒന്ന് പഠിക്കുക. ഗോ ആഫ്റ്റർ. ഗോ ആഫ്റ്റർ മീൻസ് ട്രൈ ടു ഒബ്റ്റെയിൻ എന്നാണ്. ട്രൈ ടു ഒബ്റ്റെയിൻ, ട്രൈ ടു ഒബ്റ്റെയിൻ, ട്രൈ ടു ഒബ്റ്റെയിൻ, നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഒബ്റ്റെയിൻ, ട്രൈ ടു ഒബ്റ്റെയിൻ, OBTAIN, ഒബ്റ്റെയിൻ, OBTAIN. ഒബ്റ്റെയിൻ മീൻസ് നേടിയെടുക്കുക. ട്രൈ ടു ഒബ്റ്റെയിൻ. ഇനി അടുത്ത ഗീവ്, ഗോ എഗൈൻസ്റ്റ് ഉണ്ട്. ഗോ എഗൈൻസ്റ്റ്, ഗോ എഗൈൻസ്റ്റ് മീൻസ്, ഗോ മീൻസ് പോവുക, എഗൈൻസ്റ്റ് എതിരെ പോവുക. അതായത് ആംഗ്രി, നമുക്ക് എതിരാവുക, ആംഗ്രി. ഗോ എഗെയിൻസ്റ്റ് ആംഗ്രി, അല്ലെങ്കിൽ കോൺട്രറി, അല്ലെങ്കിൽ വഴക്കെന്നൊക്കെ പറയുന്നത്, ഡിസ്പ്യൂട്ട് എന്നും പറയും. അതുപോലെ ഗോ എഹെഡ് ആണെങ്കിൽ ഗോ എഹെഡ്, ഗോ എഹെഡ് മീൻസ് സ്റ്റാർട്ട് എന്നാണ് ഉണ്ടാവും. ഗോ എഹെഡ് മീൻസ് ടു സ്റ്റാർട്ട്. അപ്പോൾ ഗോയുമായി ബന്ധപ്പെട്ട 3 ഫ്രൈസൽ വെർബ് പറഞ്ഞു. ഗോ ആഫ്റ്റർ, ട്രൈ ടു ഒബ്റ്റെയിൻ, ഗോ, അതേപോലെ എഗെയിൻസ്റ്റ് ആംഗ്രി, ഗോ എഹെഡ് സ്റ്റാർട്ട്, ഗോ ഹെഡ് സ്റ്റാർട്ട്. എന്നാൽ അടുത്ത് ഗോ അറ്റ് ആണെങ്കിൽ ഗോ അറ്റ് അറ്റാക്ക് എന്നാണ് കേട്ടോ. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക. ഗോ അറ്റ് അറ്റാക്ക് എന്നാണ്. അതുപോലെ ഗോ ബാക്ക് ആണെങ്കിൽ ഗോ ബാക്ക്, ഗോ ബാക്ക് റിട്ടേൺ. പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഗോ ബാക്ക്, ഗോ ബാക്ക് റിട്ടേൺ എന്നാണ്. ഗോ ബാക്ക് റിട്ടേൺ, എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ എന്നാണ്. ഗോ ബാക്ക് മീൻസ് ടു റിട്ടേൺ. ഓക്കെ, അതേപോലെ ഗോ ഓൺ എന്ന് പറഞ്ഞാലോ ഗോ ഓൺ കണ്ടിന്യൂ എന്നാണ് കേട്ടോ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. ഓക്കെ, ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ ആണ്. ഓക്കെ, ഗോ ഔട്ട് എന്ന് പറഞ്ഞാലോ
ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ ലീവ് എന്നാണ് കേട്ടോ. ഗോ ഔട്ട് ലീവ് ചെയ്യുക, വിട്ടുപോവുക എന്നാണ്. ഗോ ഔട്ട് ലീവ് ചെയ്യുക. ഗോ ഔട്ട് മീൻസ് ഗോസ് ഔട്ട്, ലീവ് ചെയ്യുക വിട്ടുപോവുക എന്നാണ്. മറക്കല്ലേ, ഗോ ഔട്ട് ടു ലീവ്. ഇനി അതുപോലെ ഗോ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗോ ഓഫ്. ഗോ ഓഫ് മീൻസ് എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. ഗോ ഓഫ് മീൻസ് ടു എക്സ്പ്ലോഡ് എന്നാണ്. ഗോ ഓഫ് എക്സ്പ്ലോഡ്. അപ്പോൾ ഗോയുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ് ഏതൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ ഗോ ആഫ്റ്റർ, ട്രൈ ടു ഒബ്റ്റെയിൻ. ഗോ എഗെയിൻസ്റ്റ്, ആംഗ്രി. ഗോ എഹെഡ്, സ്റ്റാർട്ട്. ഗോ അറ്റ്, അറ്റാക്ക്. ഗോ ബാക്ക്, റിട്ടേൺ. ഗോ ഓൺ, കണ്ടിന്യൂ. ഗോ ഔട്ട്, ലീവ്. ഗോ ഓഫ്, എക്സ്പ്ലോഡ്. ഗോ ഓഫ് എക്സ്പ്ലോഡ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് മേക്ക്. എന്ത് ചെയ്യുന്നുണ്ട്? മേക്കിന്റെ ഫ്രൈസൽ വെർബാണ്. ഒന്നാമത്തത് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് കേട്ടോ. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. എന്നാ മേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മേക്ക് ആഫ്റ്റർ ആണെങ്കിൽ ഔട്ടല്ലേ, മേക്ക് ആഫ്റ്റർ. മേക്ക് ആഫ്റ്റർ മീൻസ് ഫോളോ എന്നാണ് കേട്ടോ. മേക്ക് ആഫ്റ്റർ ഫോളോ. മേക്ക് ആഫ്റ്റർ ഫോളോ എന്നാണ്. ഓക്കെ, അതേപോലെ മേക്ക് ഓഫ് ആണെങ്കിൽ മേക്ക് ഓഫ്, ഓ ഡബിൾ എഫ് ഓഫ് ആണെങ്കിൽ ടു റാൻ എവേ എന്നാണ്. ടു റാൻ എവേ, ഓടിപ്പോവുക. ടു റാൻ എവേ. അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞ് മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്, മേക്ക് ആഫ്റ്റർ ഫോളോ, മേക്ക് ഓഫ് ടു റാൻ എവേ. മേക്ക് ഓഫ് റാൻ എവേ. അതുപോലെ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ മേക്ക് ഓവർ. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് കേട്ടോ. ചേഞ്ച്. മേക്ക് ഓവർ നമ്മൾ നടന്മാരുടെ നടിമാരുടെയൊക്കെ മേക്ക് ഓവർ ചേഞ്ച് എന്നാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പറയാം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് അപ്ലൈ. നിങ്ങളൊക്കെ മേക്കപ്പ് ഇടാറില്ലേ? അപ്ലൈ സംതിങ് എന്നാണ് കേട്ടോ. അപ്ലൈ സംതിങ്. അതേപോലെ ടു പാച്ച് വർക്ക് എന്നും പറയാം കേട്ടോ. മേക്കപ്പ് ചെയ്തു, പാച്ച് വർക്ക് ചെയ്തു എന്നും പറയാം. അപ്ലൈ സംതിങ് എന്നും പറയാം കേട്ടോ. അപ്ലൈ സംതിങ് അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യുക, അതിനെ മേക്കപ്പ് ചെയ്തെടുത്തു എന്ന് പറയില്ലേ, അതൊന്നും പറയാം. ഓക്കെ, അപ്പം മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്, മേക്ക് ആഫ്റ്റർ ഫോളോ, മേക്ക് ഓഫ് ടു റാൻ എവേ, മേക്ക് ഓവർ ചേഞ്ച്, മേക്കപ്പ്, അപ്ലൈ സംതിങ്. അതുപോലെ ലുക്കിൻ്റെ കൂടെ പറഞ്ഞ ലുക്ക് വരുന്ന ഫ്രൈസിൽ ഓർത്ത്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ടേക്ക്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ എന്നാണ്. ടേക്ക്, ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കില്ല. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ് എന്നാണ് കേട്ടോ. നോട്ടം. ലുക്ക് അറ്റ് മീൻസ് ഗ്ലാൻസ്, നോക്കുക എന്നാണ്. അതുപോലെ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ഓർക്കില്ല. ലുക്ക് ഫോർ സെർച്ച് എന്നാണ് കേട്ടോ. ലുക്ക് ഫോർ സെർച്ച്. ഒന്ന് പറഞ്ഞ് ലുക്ക് ആഫ്റ്റർ, ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കെയർ ഓഫ്. ലുക്ക് അറ്റ്, ഗ്ലാൻസ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലുക്ക് ഫോർ സെർച്ച്. എന്നാൽ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർവേഡ് ടു മീൻസ് എക്സ്പെക്റ്റ് വിത്ത് ആങ്സൈറ്റി. ഇപ്പം നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. എക്സ്പെക്റ്റ് വിത്ത് ആങ്സൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ടെൻഷനോട് കൂടിയിരിക്കുക. എക്സ്പെക്റ്റ്, എക്സ്പെക്റ്റ് വിത്ത് ആങ്സൈറ്റി. വിത്ത് ആങ്സൈറ്റി, ആങ്സൈറ്റിയോട് കൂടിയിരിക്കുക. ലുക്കിൻ എന്ന് പറഞ്ഞാൽ ലുക്കിൻ എന്ന് പറഞ്ഞാൽ ലുക്കിൻ മീൻസ് വിസിറ്റ് എന്നാണ് കേട്ടോ. ലുക്കിൻ മീൻസ് വിസിറ്റ്. ഒന്ന് പറഞ്ഞേ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് അറ്റ്, ഗ്ലാൻസ്. ലുക്ക് ഫോർ, സെർച്ച്. അതുപോലെ ലുക്ക് ഫോർവേഡ്, എക്സ്പെക്റ്റ് വിത്ത് ആങ്സൈറ്റി. ലുക്കിന്, വിസിറ്റ്. ലുക്കിന്, വിസിറ്റ്. എന്നാൽ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാലോ? ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് മീൻസ് സെർച്ച് എ ലിസ്റ്റ് എന്നാണ്. നമ്മൾ ലിസ്റ്റൊക്കെ പരതുക എന്നൊക്കെ പറയില്ലേ. ലുക്കപ്പ് മീൻസ് ടു ഗ്ലാൻസ് എന്ന് പറയാം. ടു സെർച്ച് എ ലിസ്റ്റ്, ലിസ്റ്റുകൾ നോക്കുക. ലുക്കപ്പ് മീൻസ് ടു സെർച്ച് എ ലിസ്റ്റ് എന്നാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് അറ്റ്, ഗ്ലാൻസ്. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഫോർവേഡ്, എക്സ്പെക്റ്റ് വിത്ത് ആങ്സൈറ്റി. ലുക്ക് ഇൻ, സെർച്ച്. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഇൻ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് കേട്ടോ. ലുക്ക് ഇൻ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൈസൽ വെർബുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്.
നമുക്ക് തന്നിരിക്കുന്നതിൽ ഫ്രൈസൽ വെർബുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം പറയുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഫ്രൈസൽ വെർബ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൈസൽ വെർബുകൾ വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ചോദിക്കുന്നതും അപ്പോൾ ഒരു ഫ്രൈസൽ വെർബ് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളവർ പറയുമ്പോൾ അതിൽ അത്യാവശ്യമുള്ള എല്ലാം ഞാൻ പറയും. അതെല്ലാം ഒന്ന് ഓർമ്മയിലിരിക്കുക, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ടാൽ മതി. ആരും എഴുതിയെടുക്കാനും നിൽക്കണ്ട. നമ്മൾ പറയുന്ന ഇച്ചിരി വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകും. അത്രയും കാര്യങ്ങളും ഒന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫ്രൈസൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വരും, നമ്മൾ മാക്സിമം പറയാം. അതുപോലെ അടുത്ത് വരുന്നതാണ് സെറ്റ് കേട്ടോ. സെറ്റ് എബൌട്ട് ആണെങ്കിൽ സെറ്റ് എബൌട്ട് അല്ലെങ്കിൽ സെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എബൌട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് എബൌട്ട് മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറയില്ലേ. സെറ്റ് എബൌട്ട് ടു എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, മേക്ക്, ടു മേക്ക് എന്നാണ് കേട്ടോ. ടു മേക്ക്, സെറ്റ് എബൌട്ട് മീൻസ് ടു മേക്ക്. ഇനി സെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എസൈഡ് ആണെങ്കിൽ സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് സംതിങ് ഫോർ ലേറ്റർ യൂസ്, പിന്നേറ്റത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വയ്ക്കുക. സെറ്റ് എബൌട്ട് റിസർവ് സംതിങ് ഫോർ ലേറ്റർ. അപ്പോൾ സെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞാൽ മേക്ക്, ടു മേക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെക്കുക, കരുതി വെക്കുക എന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നു. എന്നാൽ സെറ്റ് എസൈഡ് ആണെങ്കിൽ റിസർവ് സംതിങ് ഫോർ ലേറ്റർ യൂസ്, പിന്നേറ്റത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെച്ചിരിക്കുന്നു, എന്തെങ്കിലും എടുത്തു വെച്ചിരിക്കുന്നു. അടുത്തത് സെറ്റ് ഡൗൺ ആണെങ്കിൽ സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ സെറ്റ് ഡൗൺ മീൻസ് ടു റൈറ്റ് ഡൗൺ എന്നാണ്. ടു റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. സെറ്റ് ഡൗൺ മീൻസ് ടു റൈറ്റ് ഡൗൺ. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ബാക്ക് മീൻസ് ടു സ്ലോ ഡൗൺ എ പ്രോസസ് എന്നാണ്. ടു സ്ലോ ഡൗൺ എ പ്രോസസ്, എന്തെങ്കിലുമൊക്കെ പ്രോസസ്സുകളൊക്കെ സ്ലോ ഡൗൺ ചെയ്യുക. സെറ്റ് ബാക്ക് മീൻസ് ടു സ്ലോ ഡൗൺ എ പ്രോസസ്. അതുപോലെ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് മീൻസ് ടു സ്റ്റാർട്ട് എ ജേണി എന്നാട്ടാ. ടു സ്റ്റാർട്ട് എ ജേണി, യാത്രകൾ തുടങ്ങുക. സെറ്റ് ഓഫ് ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ്, മറക്കരുത്. സെറ്റ് ഓഫ് ടു സ്റ്റാർട്ട് എ ജേണി. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ്. സെറ്റ് ഔട്ട് എന്ത് ചെയ്യും, സെറ്റ് ഓഫ് മീൻസ് ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ സീസൺ എന്നാണ്. സെറ്റ് ഓഫ് ടു സ്റ്റാർട്ട് എ ജേണി, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ സീസൺ എന്നാണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി എന്ന് തന്നെയാണ് കേട്ടോ. സെറ്റ് ഔട്ട് ടു സ്റ്റാർട്ട് എ ജേണി. എന്നാൽ സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഇൻ ആണ് സ്റ്റാർട്ട് എ സീസൺ. സെറ്റ് ഇൻ മീൻസ് ടു സ്റ്റാർട്ട് എ സീസൺ. ഇത് മാറിപ്പോലെ. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ സീസൺ, സീസണുകൾ തുടങ്ങും. ഓക്കെ, ടു സ്റ്റാർട്ട് എ സീസൺ എന്നാണ്. ടു സ്റ്റാർട്ട് എ സീസൺ മറക്കില്ലല്ലോ. അതേപോലെ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കില്ല മീനിങ്. സ്റ്റാൻഡ് അപ്പ് ടു റൈസ് അപ്പ് എന്നാണ്, എഴുന്നേൽക്കുക. ഓക്കെ, സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു റൈസ് അപ്പ് എന്നാണ്, എഴുന്നേൽക്കുക. അതേപോലെ സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഫോർ മീൻസ് ടു റെപ്രസെന്റ് എന്നാണ് കേട്ടോ. സ്റ്റാൻഡ് ഫോർ മീൻസ് ടു റെപ്രസെന്റ് എന്നാണ്. എന്തെങ്കിലുമൊക്കെ റെപ്രസെന്റ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ റെപ്രസെന്റ് ചെയ്യുക എന്നാണ് കേട്ടോ. സ്റ്റാൻഡ് ഫോർ റെപ്രസെന്റ്. ഓക്കെ, ഇതൊന്ന് ഓർമ്മയിലിരിക്കുക. ഒന്നും കൂടെ പറഞ്ഞേ. സെറ്റ് എബൌട്ട് സ്റ്റാർട്ട് ടു മേക്ക്, എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. സെറ്റ് അസൈഡ് എന്ത് ചെയ്യുന്നു, റിസർവ് സംതിങ് ഫോർ ലേറ്റർ യൂസ്. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൈറ്റ് ഡൗൺ. സെറ്റ് ബാക്ക് ടു സ്ലോ ഡൗൺ എ പ്രോസസ്സ്. സെറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സെറ്റ് ഇൻ ടു സ്റ്റാർട്ട് എ സീസൺ ആണ്. ഇവിടെ സ്റ്റാർട്ട് എ സീസൺ, സീസണുകൾ തുടങ്ങുക. സെറ്റ് ഓഫ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി, യാത്ര തുടങ്ങുക. സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു റൈസ് അപ്പ്. സ്റ്റാൻഡ് ഫോർ ടു റെപ്രസെന്റ്, ഒരാൾക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്യുക. നമ്മൾ ഫ്രൈസൽ വെർബിന്റെ ഒരു 7-8 സെറ്റുകളാണ് പഠിച്ചത്. ഇനി 3-4 സെറ്റ് കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നോക്കും. ഇതൊന്ന് കേട്ട് മനസ്സിലാക്കി എടുക്കുക. എഴുതിയെടുക്കുന്ന നിർബന്ധം പറയുന്നില്ല, എന്നാലും ഒന്ന് കേട്ട് മനസ്സിലാക്കുക. റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും മതി. ഓക്കെ, താങ്ക് യു.